ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്കൂളിൽ കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ ചില ഇത് പ്രോജക്റ്റൊക്കെ ചെയ്യാൻ പറയും. അപ്പോൾ ചില കുട്ടികൾ അഗ്നിപർവ്വതമൊക്കെ ചെയ്യാൻ, ചെറിയ അഗ്നിപർവ്വതം. അപ്പോൾ അതുപോലുള്ള ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ചെറിയൊരു അഗ്നിപർവ്വതം. കുട്ടികൾക്ക് ഇത് ചിലപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും, അറിയാത്തവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എങ്ങനെ എളുപ്പത്തിൽ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലാണ് നമ്മൾ സംഭവം ഒഴിക്കുമ്പോൾ അഗ്നിപർവ്വതമായിട്ട് വരില്ലേ. അപ്പോൾ ഇതിലാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ടെയിലിൻ്റെ പീസാണ്, പഴയ ഒരു ടെയിലിൻ്റെ പീസ്. ഈ ടെയിലിൻ്റെ പീസിൽ ഇതിട്ട് ഒട്ടിച്ച് വെച്ച് നോക്കാം. ഒട്ടി ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫ്ലക്സ് ക്യൂക്ക് വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നോക്കി നോക്കട്ടെ ഒട്ടുന്നുണ്ടോ. ഒട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതില്ലാതെ ചെയ്യും, ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഒട്ടാതെ തന്നെ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ തുണിയെ ഈ ബോട്ടിലിൻ്റെ മീതെ കൂടെ, അതായത് ഈ ബോട്ടിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്, ബോട്ടിലിൻ്റെ സെൻറ്ററായിട്ട്, കറക്റ്റ് സെൻറ്ററായിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആദ്യം സെറ്റ് ചെയ്യണം. ഇങ്ങനെ 4 കോർണറിലും ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യണം. അതാണ് ആദ്യ പരിപാടി. ഇതിൻ്റെ ക്യാപ്പ് മീതെ കൂടെ അടച്ച് വെച്ചിട്ട് ചെയ്യാം. അപ്പോഴേക്കും ഒരു പിടുത്തം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് സൈഡിൽ കൂടെ എടുത്ത് വെച്ച് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി പ്ലാസ്റ്റർ പാരിസ് വെച്ചാണ് നമ്മളിതിൻ്റെ ടോപ്പിലൊക്കെ കുറച്ച് ഇത് ചെയ്യുന്നത്. അതായത് കുറച്ച് കട്ടി വരുത്തണമല്ലോ, ഇത് പാറ പോലെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലാസ്റ്റർ പാരിസാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇതിനെ പൊട്ടിച്ച് കുറച്ച് കലക്കിയെടുക്കാം. അയ്യോ, കുറച്ചെടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. ചെറിയൊരു കമ്പ് ഉപയോഗിച്ച് കലക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിലൊക്കെ വീഴുന്നു കഴിഞ്ഞാൽ കൈ പൊള്ളിപ്പോവും. വെള്ളം ഒഴുക്കിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായി. കുറച്ചുകൂടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക അതിലോട്ട്. എത്ര സമയത്തിൽ കട്ടിയാവുമെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. വീഡിയോ എൻഡിൽ എന്തായാലും പറയും എത്ര സമയത്തിൽ ഇത് കട്ടിയാവുമെന്ന്. ഇതിൻ്റെ തരിയൊക്കെ ഉടച്ച് നല്ലതായിട്ട് എടുക്കുക. ഉള്ളിൽ കട്ടയുണ്ടാവും വെള്ളത്തിലിടുമ്പോൾ. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് കട്ടിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിനെ താഴത്തെ ലെയറായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ തുണി അതിലോട്ട് പിടിക്കാൻ കണക്കിന് ചുറ്റിലും നല്ല രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് മാവ് ഫുള്ളായിട്ട് കലക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് സെറ്റായി വരണം, അതായത് ഇത് ഉണങ്ങി വരണം. എത്ര മണിക്ക്? ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ 9:52 രാവിലെ. ഓക്കെ, അപ്പോൾ ഇനി എത്ര നേരത്തെ സെറ്റായി വരുന്നുണ്ടെന്ന് ഞാൻ ഈ വീഡിയോയിൽ എൻഡിൽ പറയാം. ഓക്കെ, അത് കയ്യിലെല്ലാമായി. നമുക്കിനി ഇത് ഉണങ്ങിയതിന് ശേഷം ബാക്കി കാണാം. അപ്പോൾ നമ്മൾ രാവിലെ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചതാണ്. കറക്റ്റായി സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ക്യാപ്പ്, ഇവിടെ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തിലുള്ള സാധനത്തിന് പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിനെ ഹോളാക്കി എടുക്കണം. എന്നിട്ട് ഇത് മൊത്തം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ചെറിയൊരു ടെസ്റ്റർ എന്തെങ്കിലും വെച്ചൊരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാപ്പിൻ്റെ മീതമുള്ള സാധനമെല്ലാം ഇളകി വരും. എന്നിട്ട് ഇതിൻ്റെ സൈഡും കൂടെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ക്യാപ്പ് കണ്ടിട്ടുണ്ട്. നമുക്കിനി ഈ ക്യാപ്പിനെ ഈ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്പിൻ്റെ മീതെ അകത്ത് നമ്മൾ ആദ്യത്തെ ഒരു തുണി ഉണ്ടായിരുന്നല്ലേ, ആ തുണിയെ ഇത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനെ നല്ല രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പെയിൻറ്റിനായിട്ട് ഞാൻ ഇത് സാമ്പിൾ ബോട്ടിൽ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ല് ചെയ്ത് അത് പൊങ്ങി വരുന്നത് നോക്കാം. അപ്പോൾ കുറച്ചൊന്ന് പെയിൻറ്റ് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് വച്ചിരിക്കുന്ന അതേ ബോട്ടിലാണിത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനുള്ളിൽ ഒഴിക്കേണ്ട അളവ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഒഴിക്കുമ്പോൾ. അപ്പോൾ ഇതിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അളവൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് അതിനെടുത്ത് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ആദ്യം ഇതിനുവേണ്ടി ഞാൻ ഫുഡ് കളറാണ് എടുക്കുന്നത്. ആഹാരത്തിലൊക്കെ ഇടുന്ന ഫുഡ് കളറാണ് എടുക്കുന്നത് ഇതിലോട്ട്. അപ്പോൾ ആദ്യം ഈ ബോട്ടിലിൽ ഈ ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്യാം. കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. ഇത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ബാക്കിയെ മാറ്റി വയ്ക്കാം. ഇതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിനുള്ളിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ അളവിൽ വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റി വയ്ക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഈ കളറ് ഇതിലോട്ട് യോജിക്കാൻ കണക്കിന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തെടുക്കാം. ഈ കളർ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ കളറിനെ ഉള്ളിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കളറ് കലക്കി ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ച് ടോപ്പ് ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, 1 സ്പൂണ് വേണ്ട, ഇത്രയും സോഡാപ്പൊടി ഇട്ടാ കിട്ടണമല്ല. ഇടാണേ. അയ്യോ, അഗ്നിപർവ്വതം പോഞ്ഞി. അയ്യോ, കുറച്ചുകൂടെ ഇട്ട് നോക്കട്ടെ, കുറച്ചുകൂടെ പൊങ്ങുന്നുണ്ടോന്നറിയാലോ. അയ്യോ, സെറ്റി. ലാസ്റ്റ് ഘട്ടമാണ്. ഒന്നുകൂടെ നോക്കി നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇത് സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കാണാനും നല്ല ഒരു ലുക്കുണ്ട് കാണാനായിട്ട് പാറയുടെയൊക്കെ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബൈ.